കൂടൊക്കെ ചിലപ്പോ പൊളിക്കും കേട്ടോ. ആ കണ്ടോ, കാല് വെച്ചില്ലേ തീർന്നു. ഞങ്ങൾ പോട്ടെ. ഇതല്ല ചേട്ടാ ഒരെണ്ണോട്ടുണ്ട്. ആണോ? ഇനിയുണ്ടോ? ഇത് ചെറുത്, ഇതിനെക്കാട്ടും വലിയൊരു സംഭവം ഉണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ മാറ്റി വെച്ചത്? അതാണ് മാറ്റി വെച്ചേക്കുന്നത്. ഈ സെയിം ബ്രീഡ് തന്നെ, പക്ഷെ മെയിലിനെക്കാട്ടും ഇത്തിരി പുലി ഫീമെയിൽ ആണ്. സാധാരണ ഫീമെയിലൊക്കെ കുറച്ച് പാവയിക്കാറ് ഞാൻ ഇറക്കിയ പോലെ. ഇത് ടിബറ്റിലുള്ള ഫീമെയിലാ. അവളുമാര് ചിലപ്പോ ഇങ്ങനെയല്ല, അവിടെ ആണുങ്ങൾ പാവാന്ന് പറഞ്ഞു ടിബറ്റില്. ഇവൻ ഇറക്കേണ്ട കുഴപ്പമൊന്നുമില്ല. ആരെയും ഇറക്കിയാൽ മതി. ഇവനാണോ? ഇവനെ അല്ല, ഇതേ സാധാരണ മെയില് കുറച്ച് റോങ്ങും ഫീമെയില് കുറവല്ലേ? അല്ല, അങ്ങനെയാണല്ലോ സാധാരണ. അങ്ങനെയാണെങ്കിൽ അല്ല, ഈ ഡോഗുകളായിട്ട് എന്താ വെച്ചാൽ എനിക്ക് വല്ലാതെ അറ്റാച്ച്മെന്റ് ഇല്ല. പിന്നെന്താ വെച്ചാൽ നമുക്ക് അതിനെ തൊടാനും പറ്റൂല. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം നിങ്ങൾ എന്നെ ഇറക്കിക്കോളൂ. പോട്ടെ. പെൺവിഷയത്തില് പുലിയാണ്, ഞാൻ നൈസായിട്ട് ഇറക്കിക്കോളാതാണല്ലോ. മെയില് പവറും ഇങ്ങേരെ താടി അല്ല, ഇവനെ കുറച്ചും കൂടി എന്തോ ഒരു അതിനൊക്കെ ചെറുതത്. വേറൊരു കാര്യണ്ടേ, നമുക്കൊരു കാര്യം. ഇവരെന്തായാലും നമുക്ക് ഈ ചലഞ്ച് വന്നത് വേറൊരു ഉപകാരമായി. എന്നോട് എപ്പോഴും പറയേ, ഞാൻ എന്തോ മറ്റേ ഈ ഡോഗിന്റെ സ്പ്രേ പൂശിയിട്ടാണ് പോകുന്നത് പറയും. ഏത് മറ്റേ ഏതോ മറ്റേ ആൺ ഡോഗിന്റെ അടുത്തേക്ക് പോകുമ്പോ ഫീമെയിലിന്റെ, അതായത് ഇപ്പൊ കൂടുതൽ ആൺ ഡോഗിന്റെ ആണല്ലോ നമുക്ക് ചെയ്യുന്നത്. അപ്പൊ പറയാം എല്ലാരും പറഞ്ഞ ഫീമെയിലിന്റെ മറ്റേ മൂത്രം സ്പ്രേ ചെയ്തിട്ടേക്കാണ് പോകുന്നതൊക്കെ ഒരു ധാരണയുണ്ട്. ഇന്ന ധാരണ മാറും. ഓൾറെഡി ഇപ്പൊ 2 ഡോഗ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഈ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യുവാണല്ലോ അല്ലേ. ഈ സമയത്ത് ഇവിടെ സ്പ്രേ ചെയ്യാൻ പോയിട്ടില്ലല്ലോ. അപ്പൊ ആൺഡോഗിന്റെ മൂത്രം എന്റെ മേത്തുണ്ടെങ്കിൽ പെൺഡോഗ് കടിക്കായിരിക്കും, പെൺഡോഗിന്റെ ഉണ്ട്. രണ്ടും കൂടെ ഇട്ടാൽ എന്തായാലും കടി വരുന്ന ഉറപ്പാണല്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ ലൈവായിട്ട് വേണമെന്നേ അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടെ നീ കടിച്ചാലും കടിച്ചില്ലെങ്കിലും ഞാൻ ഇറക്കാൻ നോക്കാം. ഓക്കെ, ഇത് വേറെ സാധനം. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കാണുന്ന സാധനം. ഞാനും ആദ്യമായിട്ട് കാണുന്നത്. ജോമ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ പറഞ്ഞ ഞങ്ങളെല്ലാവരും ഈ 3 പേര് ജോമ ഇപ്പൊ ഇത്രയും ഞങ്ങൾ ഒരു തമാശക്ക് സംസാരിച്ചാലും ജോമനായിക്കോട്ടെ, ഇവൻ ജിന്നായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ലൈഫിലായാലും ടിബറ്റ് മസ്റ്റിനാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ കാണാനുള്ള അവസരം കൂടെ നമുക്ക് കിട്ടി ചലഞ്ചിനുപരി. വേറെ ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ മൈക്ക് ഓഫ് ആക്കുന്ന വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് എന്താ പറയാ കലാപരിപാടികൾ ഉണ്ടാവുമല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ. അപ്പം നമ്മുടെ ഈ സാധനം എന്ന് പറഞ്ഞാൽ ലൈവായിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അഥവാ ഈ മൈക്കിൽ എന്തെങ്കിലും സംസാരിച്ച് തമാശക്കാണെന്ന് പറഞ്ഞു പോയാൽ ആ ഭാഗം കട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൈക്ക് ചിലപ്പോൾ ഓണറെടുത്തുനിന്നോ അല്ലെങ്കിൽ വയറായിടത്തുനിന്ന് നമ്മൾ ഊരിക്കൊണ്ട് പോകുന്നത്. ഇടയ്ക്ക് 1-2 വീഡിയോ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ മൈക്ക് വാങ്ങുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ വീഡിയോ ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റ ലൈവായിട്ട് പോകുന്ന സാധനമാണ്. അപ്പം ഞാൻ അവിടെ പോയി ഡോഗിനടുത്തേക്കുള്ള സമയത്തുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ഈ കട്ട് ചെയ്യാൻ പറ്റില്ല, ഇവരുടെ സൗണ്ട് കേട്ടല്ല. അതുകൊണ്ടാട്ടോ. അപ്പം ഇവളുടെ പേര് ലാറ. ലാറയുടെ ചാട്ടം കണ്ടോ? ലാറ വേറെ ടൈപ്പാട്ടോ. ബണ്ണി ചാടി പോലെ അല്ല ലാറയാണിത്. എന്താ ലാറ? എന്താ ടെററ്? അവിടെ കേട്ടോ, വെറുതെ കേട്ടോ ഇവര് പറഞ്ഞ സാധനം വേറെ ഐറ്റം ഉള്ളത്. ചിന്നെ ലാറ ഇങ്ങ് വന്നേ. ലാറ വന്നേ, ഇവിടെ വന്നേ. എന്താണ് എന്താ പ്രശ്നല്ലേ? എന്താണ് എന്താ എന്റെ പ്രശ്നമായി വന്നേ? ലാറയും വന്നേ. ലാറയൊക്കെ ബ്രയൻ ലാറയാണോ നീ? കൂടൊക്കെ ചിലപ്പോ പൊളിക്കും കേട്ടോ. ചിലപ്പോ കൂടൊക്കെ പൊളിച്ചങ്ങ് വരും ജോമോനെ. ചിലപ്പോ ഇവക്ക് കൂടൊന്നും പൊളിക്കാൻ വലിയ താമസമൊന്നും ഇല്ല. എന്താടി കടിക്കാൻ നോക്കുന്നു? കണ്ടോ? എന്താണ് പ്രശ്നം? എന്താ എന്റെ പ്രശ്നം?
പിന്നെ വീഡിയോയിൽ കാണുന്നതിന് മുന്നേ ഞാൻ എടുത്തു പറയാണ്, എന്നോട് ഓണറേട്ടൻ പറഞ്ഞായിരുന്നു ഇൻഫെക്ഷൻ അടിച്ചിട്ട് അവളെ വാലിൻ്റെ തുമ്പുഭാഗം ഒന്ന് ഒരു മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് വാലിൻ്റെ തുമ്പത്ത് കുറച്ച് രോഗം പോയാൽ ആൾക്കാരെ കാണാൻ ചാൻസ് ഇല്ല. എന്നാൽ കണ്ടാലും ആരെങ്കിലും കാണും. എനിക്കറിയാം, ഡോഗ് ലവേഴ്സ് അല്ലേ, ഇങ്ങനത്തെ ഒരു ഡോഗിനെ കാണുമ്പോൾ എന്തായാലും അതിൻ്റെ A to Z കാര്യങ്ങൾ ആൾക്കാർ നോക്കുന്നറിയാം. അതുകൊണ്ട് ഞാൻ മുൻകൂർ പറഞ്ഞതുള്ളൂ കേട്ടോ. അവർ നേരത്തെ പറഞ്ഞായിരുന്നു, പക്ഷേ നമുക്ക് ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചെന്ന് മാത്രമേ കേട്ടോ. എന്താണ് ലാറ? അവള് ബ്രെയിൻ ലാറേൻ്റെ അല്ല, വേറെ ഏതാ ലാറയാ അവൾക്ക്. ഇവക്ക് കടിച്ചേ പറ്റൂ. നിനക്ക് കടിച്ചേ പറ്റുമല്ലേ? നിനക്ക് കടിച്ചേ പറ്റൂ. അവൾക്ക് കടിച്ചേ പറ്റൂട്ടോ. ഇല്ല, മുറിഞ്ഞില്ല, അവളെ പല്ലിങ്ങ് തട്ടിയങ്ങ് പോയി. കടിച്ചേ പറ്റും. അപ്പൊ അവള് മറ്റേ അറിയാലോ, നമ്മുടെ ബണ്ണിയല്ലേ, ബണ്ണി നമുക്ക് ഇങ്ങനത്തെ കടീൻ്റെ ഒരു ആക്ടിവിറ്റി ഒന്നും കാണിച്ചില്ല കേട്ടോ. പക്ഷെ ഇവള് കൈ കാണിച്ചത് തന്നെ കടിക്കാൻ വന്നിട്ടോ. അതാണ് അവള്. എന്താണ് 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 എൻ്റെ കൊച്ചിങ്ങനെ? എന്താണ് എൻ്റെ കൊച്ചിങ്ങനെ? എന്തിനാണ് ഈ കച്ചറ? എന്തിനാണ് കച്ചറ? എന്തിനാണ് കച്ചറ? അടങ്ങിയിരിക്കുന്നത് അവിടെ. എന്താണ് എന്താണ്? ശരിയാക്കടേട്ടായി, ശരിയാക്കടേട്ടായി, ചേട്ടാ ശരിയാക്കട്ടെ. തൊപ്പില നിറപ്പിക്കരുത്. ഇങ്ങോട്ടോ, ഇവിടാ ഇവിടെ. എന്താണ്? കടിക്കാതിരിക്കത്തില്ല ഇതൊക്കെ മലയാളം മനസ്സിലാവോ? തിബറ്റൻ ഭാഷ മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്ക് ആ കർണാടകയും മറ്റേ തമിഴൊക്കെ അറിയത്തുള്ളൂ. കന്നഡ പറയാൻ അറിയില്ല. കുറ്റിയൊക്കെ ഓക്കെയാ. കൊളുത്തവര് കണ്ട അറിഞ്ഞിട്ടിട്ടുണ്ട്. മറ്റേ ഡോഗിനടുത്ത് കൊടുത്തു ഇട്ടിട്ടില്ലായിരുന്നു. മറ്റേ ബണ്ണിനെ കൊണ്ടിട്ടപ്പോ കൊടുത്തു ഇട്ടിട്ടില്ലായിരുന്നു. ഇവിടെ കൊണ്ടിട്ടപ്പോ ഇവിടെ പറയും. എന്താണ്? തുപ്പ നിറപ്പിക്കില്ല. ഒരു ഉമ്മ, ഒരു ഉമ്മ, ഇവിടെ ഒരു ഉമ്മ, ഒരു ഉമ്മ, ഒരു ഉമ്മ. ഞാനൊരു ഉമ്മട്ടെ, ഞാനൊരു ഉമ്മട്ടെ. ഇവിടെ വന്നു. ശരിയാകട്ടെ, ശരിയാകട്ടെ തന്നെ, ശരിയാകട്ടെ ഏട്ടായി, ശരിയാകട്ടെ ഏട്ടായി. ഇവിടെ എന്താണ്? എന്തൊരു പ്രശ്നം? പൊളിക്കാണ്. എന്താണ് എന്റെ പ്രശ്നം? പണി വിട്ടരുത്. സുപ്രകോ സുപ്രകോ വരാം. ഹൈറ്റില് അവന് ഇച്ചിരി മാറ്റമുണ്ടോ? ഹൈറ്റ് അവന് ഇച്ചിരി കൂടുണ്ടോ അല്ലേ? ഹൈറ്റില് വെയിറ്റ് വെക്കണോ? ഇവിടെ ഇച്ചിരി കുറിയാണ്. ഇവിടെ വേണം മാര കേട്ടോ. ഇവിടെ മറ്റേ കുങ്കുമപ്പൂവിലെ മറ്റവളാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ സീരിയലിലുള്ള മറ്റേ പുള്ളിക്കാരിയില്ലേ എന്ന് പറഞ്ഞാൽ മറ്റേ കുടുംബിനിയാണ്. കുടുംബിനി വേറെ രീതിയിലുള്ള കുടുംബിനി. കുടുംബിനിയാണ്. എമ്മ ദേശീയ എനിക്ക്. ഞങ്ങൾ ആണുങ്ങളുണ്ടോ? ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, മനസ്സിലായോ? ഞങ്ങൾക്ക് ആണുങ്ങൾക്കൊരു കുഴപ്പമില്ല. നിനക്കാണ് എത്ര വലിയ തൻ്റെ ഇടം. ഇങ്ങനെയുള്ളവളന്മാരൊക്കെ കല്യാണം കഴിക്കുന്നവന്മാരുടെ ഗതികേട് കണ്ടോ? നിന്നെപ്പോലുള്ളവന്മാരൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ അല്ലേ? അല്ലേ? ശരിയാക്കും നിന്നെ. ശരിയാക്കട്ടെ, 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 ശരിയാക്കട്ടെ തന്നെ. ശരിയാക്കട്ടെ തന്നെ, ശരിയാക്കട്ടെ. അടി വെച്ചിരട്ടെ, നല്ല അടി വെച്ചിരട്ടെ, അടി വെച്ചിരട്ടെ, അടി വെച്ചിരട്ടെ. കറക്റ്റ് അടി. ഇറങ്ങി കൊച്ചി വാ, നമുക്ക് കെട്ടിപ്പിടിക്കാം. വാ, എണീറ്റോ. കെട്ടിപ്പിടിക്കട്ടോ. വാ, ഒന്ന് കെട്ടിപ്പിടിക്കാട്ടെ. ഇങ്ങനെയും കെട്ടിപ്പിടിക്കാം. പുറത്തിറക്കി അടിക്കാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെയും കെട്ടിപ്പിടിക്കാം. ഒന്ന് വന്നിട്ട് ഒരു കെട്ടിപ്പിടിക്കാം. ഒന്ന് കെട്ടിപ്പിടിക്കാം. ഒരു ഉമ്മ അങ്ങോട്ട് തന്നെ. വാ, നമുക്ക് കുറച്ചു നേരം പ്രേമിക്കാം. വാ കൊച്ചിങ് വന്നേ, ഒന്ന് പ്രേമിക്കട്ടെ ഏട്ടായി. എന്താടേ? തൊടട്ടായി ഇന്ന് തൊടട്ടെ. മേലെ വെച്ച് ഇടിക്കുവാണ് നീ. കുണ്ടി വെച്ച് ഞെക്കവള്. ഇങ്ങ് വന്നേ, ചോക്കട്ടെ ചോക്കട്ടെ. ഇങ്ങ് വന്നേ. ഓയ് ഹലോ. ഓയ് ഇവിടെ വാടി, ഇവിടെ വാടി, ഇവിടെ വാടി, ഇവിടെ വാടി, ഇവിടെ വാടി. ഞാൻ വത്തന്നെ വാ നമുക്ക്. കൊണ്ടോട്ടാ തന്നെ ചേട്ടാ, കൊണ്ടോട്ടാ തന്നെ. കൊണ്ടോട്ടാ തന്നെ ചേട്ടായി. കൊണ്ടോട്ടാ ചേട്ടായി തന്നെ. കൊണ്ടോട്ടാ ചേട്ടായി തന്നെ. ശുഞ്ഞാവാണ്, ശുഞ്ഞാവാണ്, ശുഞ്ഞാവാണ്. ഇങ്ങ് വന്നേ, ഇവിടെ വന്നേ, ഇവിടെ വാടി, വാടി. ശുഞ്ഞാവാണ്. ഓ, കടിക്കണം അല്ലേ? എന്ത് കാണിച്ചാലും കടിക്കണം എനിക്ക്.
ആരോടെ പിടിച്ച് കടിക്കുന്നത്? മച്ചനെ ഇവളാണോ കടിച്ചത്? ഇവളാണോ കടിച്ചത് മറ്റേ ആളെ? അതോ അവനോ? ഇവളാ കടിച്ചത്. അപ്പൊ കടിച്ച ഹിസ്റ്ററി ഉള്ള ആൾ ഇവളാട്ടോ. ബണ്ണി ആളെ കടിച്ചിട്ടില്ല. ഇവളാണ് ആ കൊണ്ടുവന്ന ആളെ തന്നെ കടിച്ചത് കേട്ടോ. തൊടാൻ സമ്മതിക്കുന്നില്ല അല്ലേ? തൊടാൻ സമ്മതിക്കുന്നില്ല. പോവാ നമുക്ക്. പക്ഷേ കൊണ്ടോട്ടെ ഏട്ടായി, കൊണ്ടോട്ടെ ഏട്ടായി, കൊണ്ടോട്ടെ. ടെററാണ് ടെറർ. ജോമൻ ഇച്ചിരി അങ്ങനെ ആകുന്നു. ജോമൻ അവിടെ ഒന്ന് ഫ്രീ ആകട്ടെ, സംസാരിക്കട്ടെ. ഫുള്ള് തുപ്പലാണ് കേട്ടോ മേത്തത്തോ അല്ലേ? ടെറാ അവള് പറന്നാണ് കയറുന്നത് അങ്ങോട്ട് കേട്ടോ, പറന്നാണ് കയറുന്നത്. ഇവിടെ വന്നേ, കൊച്ചിങ് വന്നേ, ഡീ ഇവിടെ പറന്നാണ് കയറുന്നത്. നോ നോ. എന്തിനാണ് ഈ കച്ചറ? എന്തിനാ ഈ കച്ചറ? കുറച്ച് സംസാരിച്ച് ഇവിടെ ഇരുന്ന് വെച്ചു. ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് സിറ്റ് ഇവിടെ ഇരിക്കേ ഇല്ലടി. ഞാൻ ഒന്നും ചെയ്യാൻ വന്നല്ല. നീ ഇവിടെ ഇരിക്കും. ഇവിടെ ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഈ എന്താണ് ഞാൻ കടിക്കുന്നത് നിനക്ക്? ഈ കടിച്ചില്ലിപ്പോൾ നിനക്ക് എന്താ കുഴപ്പം? അവിടെ നോക്കണ്ട. ഈ കടിച്ചില്ലിപ്പോൾ നിനക്ക് എന്താ പ്രശ്നം? കടിച്ചില്ലിപ്പോൾ എന്താ പ്രശ്നം നിനക്ക്? എന്താണ്? ശരിയാക്കട്ടാ ചേട്ടാ. കടിക്കലടി തുപ്പല തെറിപ്പിക്കാണല്ലോ മൊത്തം അല്ലേ? തുപ്പല തെറിപ്പിക്കണം മൊത്തം. ഇവിടെ ഇങ്ങനെ ഇറക്കി നടത്തലൊക്കെ ഉള്ളതാണോ ഇങ്ങനെ? നിങ്ങൾ കൊണ്ടുപോലോടാ. മച്ചാൻ കൊണ്ടുപോലുണ്ടോ? ഇല്ല ഇല്ല. അല്ല മച്ചാൻ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല ഇറക്കടുത്ത. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൊണ്ടുപോലുണ്ട്. അത് ശരി. ഇതിനുള്ളിൽ കയറിയിരുന്നു. അപ്പൊ ഇതിലെ ഇവരെ അഴിച്ചുവിടലുണ്ടോ അങ്ങനെ? അതോ കൊണ്ടുനടക്കും? ഓ ശരി. പോവാ നമുക്ക്. പോയാ പോവാ നമുക്ക്. എന്നാ മാറ്. ചേട്ടാ കൊണ്ടാ. ഓടരുത്. ഒറ്റ തട്ടണം കേട്ടോ. തുറന്നെങ്കിൽ ഓടിയാനാ ഇപ്പം. എവിടേക്ക് ഞാൻ പിന്നെ ഇതിലെ കയറാനൊന്നും പറ്റാനൊന്നും ഉണ്ടാവില്ല. ഇത് മാവാണ്. എന്താണ്? ചെറിയ കൊണ്ടോട്ടെ കൊച്ചിനെ. വാ പോവാ. ഇതിരട്ടോ ഇട്ടോക്കട്ടെ ഏട്ടായി. തുപ്പല തെറിപ്പിക്കരുത്. വാ ഇല്ല മാറ ആയില്ല ഇതിരട്ടെ. കലിപ്പാട്ടോ കലിപ്പാവള്. നോ ഇല്ല എൻ്റെ ശുഞ്ഞാവാണിത് കേട്ടോ. ഇത് എൻ്റെ കൊച്ചാണ്. ശരിയുടെ കൊച്ചാണ്. ഇല്ല ഇത് നമ്മൾ ശരിയാക്കും. ഇപ്പം ശരിയാക്കും കേട്ടാ. പോട്ടെ കൊച്ചിനെ പോട്ടെ. ഫോൺ എടുത്തൊന്ന് മാറ്റി വെച്ചേക്കാം കേട്ടാ. ഫോണൊന്ന് മാറ്റി വെച്ചാൽ നീ ഫോൺ വെറുതെ പോട്ടെ. ഫോൺ കളയണ്ട വിചാരിച്ചിട്ടേ ഫോണൊന്ന് മാറ്റി വെച്ചെന്നുള്ളൂ. ഫോൺ ആവശ്യമുണ്ട് ചേട്ടായി. പോയാലോ നമുക്ക്? പോവാടി പോവാ നമുക്ക്. എന്തിനും ഏതിനും കടി വേണ്ട കേട്ടോ. ഏതെങ്കിലും ഒരു കടി അല്ലെങ്കിൽ 2 കടി, മാക്സിമം 2 കടി. അതേ കൂടുതൽ കടിക്കരുത്. ഇല്ല ഓക്കെയാണ് കേട്ടോ. പറഞ്ഞേട്ടോ ഓക്കെയാണ്. കൊച്ചാ ഓക്കെയാണോ? ഞാൻ ഓക്കെയാണ്. നീ ഓക്കെയാണോ? എന്താണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ മറ്റേ ബണ്ണിനെ പോലെ കേട്ടോ. ഇവിടെ ഇച്ചിരി ടെററാണ്. അതുകൊണ്ടാണ് അവർ രണ്ടാമത് നമുക്ക് ഇവളെ ഹൈലൈറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് അവരെ തരാൻ കാരണം. ഇങ്ങ് വന്നേ വന്നാ ലാറാ വാ. ലാറാ ഇങ്ങ് വന്നേ. ലാറാ വാ. ലാറാ ഇവിടെ വാ. കമ്മിയർ ലാറ ഇങ്ങ് വന്നേ. ഇങ്ങ് വന്നടി. എടി ഇവിടെ വാടി. ഇവിടെ വാ. ലാറ ഇങ്ങ് തിരിഞ്ഞെന്നേ. എടി തിരിഞ്ഞേക്കടി. ലാറാ വാ തിരിഞ്ഞേക്ക്. എന്നാ വാ കണ്ടോ? നമ്മൾ ഒരു ഇറങ്ങാനുള്ള ടെൻഡൻസി ഒന്നും അവൾക്കില്ല. അവൾക്ക് ആദ്യം കയറി കടിക്കണം. അതാണ് അവളുടെ ടെൻഡൻസി. മെയിനായിട്ട് അവൾക്ക് കയറി കടിക്കണം. അത് മാത്രമേ അവൾക്ക് ഇപ്പോൾ ലക്ഷ്യമുള്ളൂ. മാരക ലക്ഷ്യമാണ് അവളുടെ ഒക്കെ. ഇങ്ങോന്നടി ഇതൊന്ന് ഇട്ട് നോക്കട്ടെ. നീ കൂട് തള്ളി തുറന്ന് പോയാലേ പണിവാളും. ഇത് നിട്ടെ, കഴുത്തലും നിട്ടെ. കൂട് തള്ളിക്ക് തുറന്ന് പോകരുത് നീ. ഏതില്ലേ മുലകിടാൻ പറ്റില്ല. അവളെ കൂട് തള്ളി തുറന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. ഇനിയിപ്പോൾ കൂട് തുറന്നതിന് ഇടേണ്ടി വരും. പോയല്ലോ കേട്ടോ. എന്നാ മാറ്
ബാ 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 ഇല്ല ആ എന്നാ തീരട്ടെ കയ്യെ പിടിക്കരുത് വാ അടങ്ങിയിരുന്നോ അവിടെ വാ വാ ഇത് വന്നടി ഇത് ഇരട്ടെ നീ തുറന്നു പോകുന്ന പേടിയുണ്ടോ നീ അതിലെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമാധാനം പറയേണ്ടി വരില്ലേ എന്നാ വന്നേ വാ കൊച്ചിങ്ങ് വാ ഓടിയാ ബണ്ണി ഇങ്ങ് വാടി അല്ല ബണ്ണിയും പോട്ടെ ലാറ ഇങ്ങ് വന്നേ ലാറ ഓടിയാ ഇത് ലാറ ഇവിടെ വാടി ലാറ വാ ഓടിയാ വാ ഇതരട്ടെ ഇതരട്ടെ ടാട്ടായി കൊച്ചിരട്ടാ നമുക്ക് പോവാം പോവാം നമുക്ക് എന്നാ ഇതരട്ടെ ആ ഇല്ല 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 സെറ്റ് കയ്യിലൊക്കെ കയറി പിടിക്കുന്നതാണ് പേടി എന്നാ ഇങ്ങനെ ഇതരട്ടെ ചേട്ടാ ഈ ചെയിൻ തരട്ടെ കൊച്ചിൻ്റെ ബേത്ത് തരട്ടെ തല കുനിച്ചടി കുനിക്കിട്ട് തല ഞങ്ങളങ്ങനെ തല കുനിയില്ല എന്നാണോ ഇവിടെ വന്നേ വാ പോലെ വാ ഓടിയാ എടീ വാ എന്നാ ഇരുന്നേ അവിടെ നീ ഇരുന്നേ കൊച്ച അവിടെ നിന്ന് ഇരുന്നേ നദിടാം ഇവിടെ തള്ളി തുറന്ന് അങ്ങ് പോവാ ചാനെ തള്ളി തുറന്ന് പോകൂല അത് നിങ്ങോട്ട് തള്ളി തുറക്കൂല നമ്മോട് എങ്ങനെ പറയാൻ പറ്റില്ലല്ലേ അല്ല നിങ്ങളിടാൻ പോകുമ്പോൾ തള്ളി തുറന്നൊന്നും പോക്കില്ലല്ലോ അത് ഇവരോട് ഇപ്പം എന്ത് സംഭവം പറയാം അവർ അറിയാലോ അവരുടെ ഡോഗിനെ കൈകാര്യം ചെയ്യുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞ കേൾക്കും അപ്പോൾ അവർ ഈ പറഞ്ഞ ഡോറ് തുറക്കാൻ പോയാലോ ശരിയാ തള്ളി തുറന്ന് പോകുന്നില്ല പക്ഷേ ഞാൻ തള്ളി തുറക്കാൻ നോക്കിയപ്പോൾ രണ്ടു ഡോറിലേക്ക് തള്ളി നമ്മുടെ കയ്യിൽ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഇപ്പം നമുക്കിട്ടും കടിച്ച് ക്യാമറമാനും കടിച്ച് ജോമോനൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് തമാശ രീതി പറഞ്ഞല്ല ജോമോന് ജിന്നൊക്കെ ഉണ്ട് ഈ പറഞ്ഞ് ഇത്രയും ഹെവി ആയതുകൊണ്ട് പോയി പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ ഒരു ചെറിയ ഡോഗൊക്കെയാണ് നമുക്ക് വട്ടം കയറി പിടിക്കുകയൊക്കെ ചെയ്യാം ഇനി എന്നെ കടിക്കുകയാണെങ്കിലും ആരെ കടിക്കുകയാണെങ്കിലും ഇപ്പം ഇച്ചിരി ഹെവി ആയതുകൊണ്ട് നമുക്കൊരു കാരണം നമുക്കിത് അറിയത്തില്ലല്ലോ ഡോഗിൻ്റെ എങ്ങനെയാണ് സിറ്റുവേഷൻ അറിയത്തില്ല വാ വന്നേ വാ പാടി വാ വാ കൊണ്ട് വാ വന്നേ വാ കൊച്ചിക്ക് വന്നേ വാ എണീറ്റ് വാ എടി വാടി ഇത് വാടി വാടി ലാറയും വന്ന് പിണങ്ങിപ്പോയാലോ വെച്ച് ഓടിയാ ഇങ്ങ് വന്നേ ഓടി വാ എൻ്റെ ശുഞ്ഞാവിങ്ങ് വന്ന് ചോദിക്കട്ടെ ഷുട്ടുമണിങ്ങ് വന്നേ എൻ്റെ ഓടി വന്നേ ബാ പാടി വാ 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 ഇങ്ങോട്ട് വാടി വാ കൊച്ചു ഓടി വാ 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 നമുക്ക് പോവാം വാ എടാ വേ ഒന്ന് വിളിക്കടാ നിൻ്റെ മറ്റേ ആ തന്ത്രം എന്ന് പറഞ്ഞാൽ നീ അവളെ മയക്കുന്ന സാധനം ഒന്ന് പറഞ്ഞു തന്നേ വാ കൊച്ചിക്ക് വന്നേ വാ ഓടി വാ വാ വാടി വന്ന വരവുണ്ടോ വന്ന വരവുണ്ടോ അല്ലേ ജിന്നെ എന്താ നിന്റെ കാലിനിടെ തരിപ്പന്ത കയറി പോയെന്ന് തോന്നല്ലോ എന്തൊരു സാധനം കയറിപ്പോയില്ലേ മേലേക്ക് ബന്ധമില്ല ജിന്നിന്റെ എന്തൊരു സാധനം ജിന്നിലെ കയറിങ്ങ് പോയി ജോമോൻ എന്താ തോന്നി ജോമോനെ ഒന്നും കയറി പോയില്ല ഇതിലൊരു സാധനം ഇങ്ങനെ കയറി ഇതിലെ കയറി ആ തെങ്ങിനോടൊക്കെ കയറിങ്ങ് പോയില്ലേ വാ മാറി ഇന്ന് നോ ഇടിക്ക് ഇല്ല ഇവിടെ വാ ഇവിടെ വാടി എന്താണ് വാ വന്നടി എടി ഇവിടെ വാ വാടി പക്ഷെ പോലെ കൊച്ചിക്ക് വന്നേ ഇങ്ങ് വാ അയ്യാ തുറന്നു കേട്ടോ എന്നെ വന്നേ ഇങ്ങ് വന്നേണ് എടി ഇവിടെ വാടി വാ ബണ്ണി അല്ല ശേ ലാറ വാ വാ തരട്ടെ നീ ഇട്ട് പഠിക്കാൻ വാ 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 കൊണ്ട് തരട്ടെ അയില
പിടിച്ചിട്ട് അവള് സംബന്ധം അറിയോ, വേറെ ഒന്നും ഉണ്ടല്ല, ഞാൻ കയറി തള്ളി പിടിച്ച്. അപ്പോൾ അവിടെ കയറി പിടിച്ചു, ചെറിയൊരു മുറിവുണ്ടാകാൻ ചാൻസ് ഉണ്ട്. സംഭവം ഞാൻ പിടിച്ച് തള്ളിയപ്പോൾ അവള് പെട്ടെന്ന് അങ്ങോട്ടേ കാലിന് എന്താണ് എന്താ ഞാൻ ഇതില് എന്താ ഇവിടെ ചാടി വരുന്ന സീനുണ്ട്. അപ്പോൾ മച്ചാനൊരു കാര്യം ചെയ്ത് ഈ സാധനം തന്നെ ഇട്ട് വെച്ചാൽ മതി, ഇങ്ങനെ ഇട്ട് വെച്ചോ, എനിക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ തള്ളി വരുന്നതുകൊണ്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, കാരണം അവൾ തള്ളി തുറന്നു വരും. അപ്പോൾ മച്ചാൻ അത് ഇട്ടിട്ട് ജസ്റ്റ് ലീഷ് നമുക്കൊന്ന് പുറത്തേക്ക് ഇട്ട് ചെയ്ത് നിൽക്കും കേട്ടോ. ഇല്ല മറ്റേ ഊരി പോയി മറ്റേ പടം കിട്ടാൻ എന്നാൽ ഞങ്ങളൊന്ന് അല്ല ഇതായിരിക്കും സുഖം, കുറച്ച് ഇടാൻ സുഖം. ചുമ്മാ അതിൻ്റെ കൂടി അടികൂടെ ഇട്ട് കൊടുത്താൽ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഇട്ടില്ല ലീഷില്ലേ, അത് അങ്ങനെയല്ല, മറ്റേ പാട് ഇങ്ങനെ ഇപ്പം നമ്മൾ ഇട്ടില്ലേ, അതേപോലെ തന്നെ ഇങ്ങനെ ചുമ്മാ കഴുത്തുകര ഇട്ട് വെച്ചാൽ ഇതാ കഴുത്തുകര ഇട്ട് വെച്ചാൽ. ഇപ്പം ഞാൻ ഇവിടെ ശ്രമിച്ചില്ല, അവരെ ഇട്ട് വെച്ചാൽ ഇട്ട് വെച്ചിട്ട് പുറത്തേക്ക് ഇട്ടാൽ മതി. നമുക്ക് എന്തായാലും പുറത്തിറക്കി നോക്കാം അവളെ. ഞാൻ മാറിക്കണോ? അപ്പോൾ അവർക്ക് ഇടാൻ സുഖമായിരിക്കും. ജോമോൻ ഒറ്റ തള്ള ഞാൻ പുറത്തേക്ക് ഇട്ടാൽ വള്ളി. അവിടെ കെട്ടിയിട്ടാൽ മതി. മതി, ഇനി മാറിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അറിയാലോ, നമ്മൾ അവിടെ നിന്ന് ഇറക്കാൻ നോക്കിയപ്പോൾ തന്നെ നമ്മളങ്ങോട്ട് തള്ളി പിടിച്ച് അവൾ ബൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മുറിവുണ്ട്, ചെറിയ രീതിയിൽ കാണിച്ചു കേട്ടോ. ഇതുണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അവൾ നമ്മളോട് ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിച്ചാലും ശരി, അവൾക്ക് ആ ഒരു ദേഷ്യം നമ്മുടെ കണ്ടോ. അപ്പോൾ തന്നെ ഭയങ്കര കലിപ്പിലാണ് അവൾ. നമ്മുടെ ആ ദേഷ്യം ഇപ്പോഴും അവൾക്കുണ്ട്. മറ്റേ ഡോഗ് പോലെ അല്ല, അവൻ കാണിച്ച പോലെ അല്ല, അവൾ ആ ടെററിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറക്കണം. എന്തായാലും നമുക്കൊരു ചലഞ്ചായി പോയില്ലേ. ഇനിയിപ്പം വലിയൊരു ബൈറ്റ് വന്നാലും ശരി നമുക്ക് ഇറക്കാം, ആ രീതിയിൽ നിൽക്കാം. അറിയാലോ, നമ്മളൊരു ഡോഗ് കടിക്കുന്നു, നമ്മൾ കൂട്ടിയൊക്കെ ശ്രമിക്കുമ്പോൾ കടിക്കുന്നു, വീണ്ടും നമ്മൾ അവളെ അപ്രോച്ച് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലൊരു ഇങ്ങനെ കടി കിട്ടും എന്നുള്ള ധാരണ നമുക്ക് മനസ്സിലുണ്ടാകും. പക്ഷെ എന്നാലും നമുക്കൊരു ചലഞ്ച് കണ്ടിന്യൂ ചെയ്യുന്ന പോലെ രീതിയിൽ നമുക്ക് അവിടെ നിന്ന് പുറത്തിറക്കിയിട്ട് മച്ചാൻ്റെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കാം. അതാണ് നമ്മൾ ഓവർ മറ്റവനെ കൊണ്ട് നടന്ന പോലെ നമ്മൾ കൊണ്ട് നടക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇറക്കി നടത്താൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ലാറ വന്നേ, എന്താണ് ലാറ? പോവാ നമുക്ക്, ലാറ പോവാ. അപ്പോൾ ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ എന്താ അറിയോ, ഇത്ര ഹെവി ഡോഗാണ്, നമുക്കങ്ങനെ ഹാൻഡിൽ ചെയ്ത് നിർത്താന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് തന്നെ ആയിരിക്കും. അപ്പോൾ മച്ചാനെ നമുക്കൊരു ബൈറ്റ് വന്നാലും ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ കേട്ടോ, 1-2 ബൈറ്റൊക്കെ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ കയ്യിൽ നിന്ന് വിടാതെ പിടിക്കാം. അപ്പോൾ അതുകൊണ്ടെങ്കിലും ഇന്ന് ഞാൻ പറഞ്ഞിട്ട് മാത്രം വന്നാൽ മതി. ബൈറ്റ് വന്ന് നമ്മൾ കടിച്ചങ്ങ് വീഴ്ത്തു വെക്കുകയാണെങ്കിൽ മാത്രം ഒന്ന് കയറി പിടിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പോവാ. അവിടെ ഒരു ഡബിൾ മൈൻഡാണ്. നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ഇവിടുന്ന് പുറത്തേക്ക് നിങ്ങളെ ഇറക്കാൻ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോഴാണ് അവൾ തള്ളി തുറന്ന മറ്റേ നമുക്ക് ബൈറ്റ് വന്നു കേട്ടോ. കാലയിലേക്കാണ് അവൾ കയറി പിടിച്ചത്. ഇപ്പോഴും അവൾ ഡബിൾ മൈൻഡാണ്. നമുക്ക് എന്തായാലും ഡു ഓർ ഡേ ചെയ്യാം. കടിച്ചാൽ കടിക്കട്ടെ. പോവാ ലാറ, ഇങ്ങോട്ട് നോക്കി. എടി ഇവിടെ ലാറ, പോവാ ലാറ, എടി ഇങ്ങോട്ട് നോക്കി. ഇല്ലടാ, അവൾ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ലാറ ഇങ്ങോട്ടേ, ഇതേങ്ങോട്ട് നോക്കി ലാറ, കേട്ടോ. അപ്പോൾ അവളങ്ങ് തകർക്കാണ്. അപ്പോൾ ഡു ഓർ ഡൈ. ഓക്കെ, അപ്പോൾ ചിന്നെ ഓക്കെ അല്ലേ? പോവാ പോവാ, ഇങ്ങോട്ട് വരാ. അപ്പോൾ നമ്മൾ വലിയ സാഹസമൊന്നും ഇല്ല, എന്നാലും അറിയാലോ അവൾക്കിപ്പോൾ ഞാൻ അത്ര ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടൊന്നുമില്ല. കാരണം എന്നെക്കാളും ബോഡി വെയിറ്റുള്ള ഡോഗാണ്. എന്നെക്കാളും ഞാൻ ലൂസാക്കി പിടിച്ചത് കേട്ടോ. എന്നെക്കാളും ബോഡി വെയിറ്റുള്ള ഡോഗ് നമ്മുടെ മേത്തേക്ക് ചാടി കയറാമെന്ന് ഡയറക്റ്റ് തിരിഞ്ഞവർക്ക് കയറി പിടിക്കാം, ഒരു സീനും ഇല്ലാത്തവർക്ക് കയറി പിടിക്കാം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മളിതൊരു കണ്ടൻറ്റാണ്, നമുക്ക് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ ബൈറ്റ് അറിയാലോ, ഒരു ബൈറ്റ് ഇവരുടെ ബൈറ്റ് എന്ന് നടക്കാൻ മാരക ബൈറ്റ് ആയിരിക്കും. എന്നെ ഞാൻ ടച്ച് ചെയ്ത് നടക്കുന്നത്. മച്ചാൻ അങ്ങ് നടന്നു, ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. കുഴപ്പമില്ല, 2 കടിയൊക്കെ ഞാൻ സ്വീകരിച്ചു. ഇല്ല കുഴപ്പമില്ല, നടന്നോ, മുന്നോട്ട് നടന്നോ, കുഴപ്പമൊന്നുമില്ല. കടി നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അല്ല ഉറപ്പിച്ചതുകൊണ്ട് ഈ പറഞ്ഞ ഇപ്പോൾ 2 കടിയും നമുക്ക് ഒരു ടിബറ്റൻ മസ്റ്റിപ്പിൻ്റെ ഒരു കടി കിട്ടിയിട്ടാണെങ്കിലും സമാധാനിക്കാമല്ലോ. അവൻ്റെ ഒരു കടി കിട്ടിയിട്ടാണെന്നുള്ള രീതിയിൽ.
അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ അറിയാലോ ഒരു ഇപ്പോൾ ഒരു 10 ഇത് പിടിച്ചു വെച്ചാൽ ഒരു 19 മീറ്റർ നമ്മൾ നടന്നു, നമുക്കൊരു ബൈറ്റ് കിട്ടി, നോ പ്രോബ്ലം. ഇതാണ് ഞങ്ങൾ പറഞ്ഞത് വാലിൻ്റെ കാര്യം. അതൊന്ന് പറഞ്ഞാൽ എന്തായാലും വെച്ചാൽ വാലിന് എന്താ പറ്റിയ നമുക്ക് വെയിലുണ്ടോ ഇങ്ങോട്ട് മാറി. അപ്പോൾ അത് കട്ട് ചെയ്തോ? ആ തുമ്പ് കട്ട് ചെയ്തു. ഇപ്പം എന്നിട്ട് ആ മെഡിസിൻ ഇട്ടേക്കുവാണ് അല്ലേ? ഇവിടെ ലിറ്റർ ഇറങ്ങിയോ? എന്തെങ്കിലും ചെയ്തായിരുന്നു? ഓ ശരി ശരി. കൊണ്ടുവന്നിട്ട് എത്രയും? ഞാനിപ്പോ കൊണ്ടുവന്നിട്ട് ഒരു 4-5 മാസമായിട്ടുള്ളൂ. ഇവന്റെ ABCD പഠിച്ചു വരുന്നുള്ളൂ, എങ്ങനെയാ കടി എവിടെയാ കടി എന്നുള്ള കാര്യം പഠിച്ചു വരുന്നുള്ളൂ. അപ്പോഴത്തേനും നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പം നമുക്കിട്ട് കിട്ടിയിട്ടോ, കടി കിട്ടിയിട്ടോ. നിങ്ങൾ കണ്ടായിരുന്നോ? ഇപ്പം ബ്ലഡ് ചെറുതായിട്ട് ലീക്കായാലേ മനസ്സിലാവുള്ളൂ. ഇത് കണ്ടോ, ഈ ബൈറ്റ് ഇത് ഇങ്ങനെ പല്ലങ്ങ് പോയിട്ടോ. അപ്പം എന്താ ആൾ ടെററാട്ടോ എടാ തെങ്ങിന ഏതോ മണ്ടയിലാത്ത തെങ്ങ. ഞാൻ ഒരു മണ്ടയിലാത്ത തെങ്ങ വല്ലതും കയറുന്നോ ഞാൻ വിചാരിച്ചേ. പക്ഷെ ആള് പുലിയാട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അല്ലേ എല്ലാവർക്കും അല്ല ജോമനെ, നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ പഞ്ഞിക്കെട്ട് പോലത്തെ ഡോഗ് അല്ല ജിന്നെ. അങ്ങനെ സംഭവം ഇല്ല എനിക്ക്. അല്ല ഇങ്ങൊന്നേ കടി കിട്ടിയതുണ്ടായിരുന്നോ? കടി കിട്ടിയപ്പോ എന്താ വിചാരിച്ചേ? പണി പാളിന്ന് വിചാരിച്ചോ? നിനക്കെന്താ തോന്നിയേ? ഇങ്ങ് വാ, അങ്ങ് പട്ടി വരില്ല, പുള്ളി പിടിച്ചിട്ടുണ്ട്. വെള്ളം കൊടു. അവർക്ക് വെള്ളത്തിന് ഒരു ഇതുണ്ട്. എങ്ങനെയുണ്ട് നിനക്ക്? എന്താ തോന്നിയേ? സിൻസിയർ ആയിട്ട് നമ്മളിപ്പോ ഞങ്ങൾ കുറെ കോമഡി പോലെ സംസാരിച്ചായിരുന്നേ. അത് സീരിയസ് ആയിട്ടാ പറയണേ. ബൈറ്റും കൂടി കിട്ടിയപ്പോഴേ പിന്നെ അറക്കുമ്പോ എന്തായാലും കടിക്കും, ഉറപ്പാണ്. പൊളിയും ഞാൻ ഉറപ്പിച്ച കാല് വെച്ചില്ലേ. അതായത് എനിക്ക് ഏറ്റവും പേടി വന്നത് ബൈറ്റ് കിട്ടുമ്പോ ഈ പറഞ്ഞ പോലെ നമ്മളെ പ്രസ് ചെയ്തപ്പോ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അവള് കടിച്ചാണ്. പക്ഷെ അതിനു മുമ്പ് അവളാ സൈഡിൽ മാറി നിന്നപ്പോ നമ്മൾ ഇത് ഓക്കെ സെറ്റായി നമ്മള് വിചാരിച്ചു വന്ന ടൈമാണ്. അപ്പാണ് കാല് വെച്ചില്ലേ, അപ്പൊ ഒരു വരവ് കണ്ടില്ലേ. അപ്പൊ എന്തായാലും ഒരു കടിയൊക്കെ കിട്ടിയിട്ടാണെങ്കിലും അവളെ നമുക്ക് പുറത്തിറക്കാൻ പറ്റി. വെള്ളം കൊടുത്തിട്ടുണ്ട് ആൾക്ക്. ഇപ്പോൾ കണ്ടില്ലേ ജോമോനെ, ഒന്ന് അവളെ ആ ഫുൾ ഫ്രെയിമിലും അവളെ മാത്രം ഒന്ന് എടുത്തടാ. ആ ഒരു സൈസ് നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം സൈസ് ഫീൽ എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഞാനിത് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വെച്ചാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ബ്രീഡ് കാണുന്നത്. എനിക്കൊന്ന് കേരളത്തിലുള്ള നിങ്ങളും നമ്മുടെ പ്രേക്ഷകരും ഒരുപാട് പേര്, ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക എല്ലാം കൂടെ ഒരു സോഷ്യൽ മീഡിയ മൊത്തത്തോടെ ഒരു 15 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബും അടക്കം. ഈ 3 ഇതിലും വീഡിയോ കാണുന്ന ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത്. ടോട്ടൽ നമ്മുടെ ആ 15 ലക്ഷം പേരിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് 1 ലക്ഷം പേര് പോലും നേരിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1000 പേരിൽ താഴെ ഉണ്ടാവുള്ളൂ. 1000 പേര് പോലും കണ്ടുണ്ടാവില്ല ടിബറ്റൻ മസ്റ്റിഫ് എന്നൊരു ഡോഗിനെ ഡയറക്റ്റ് കണ്ടുണ്ടാവില്ല. അതിൽ എന്നെപ്പോലെ തന്നെ കാണാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തായാലും ഈ സാധനത്തിനെ കാണിക്കാൻ പറ്റി. നമുക്ക് നല്ല ടെററായിരുന്നു ഡോഗ്. ആദ്യത്തെ അവനെ പോലെ അല്ല ബണ്ണി, പറയാൻ പറ്റില്ല, അവരെ നമ്പാൻ പറ്റില്ല നമുക്ക് അല്ലേ. ഈ പറഞ്ഞ പോലെ അഗ്രഷൻ ഉണ്ട്. ഇപ്പോൾ ആ ഡോഗും ഇതുപോലെ തന്നെ ആയിരുന്നു, നമുക്ക് പറയാൻ പറ്റില്ല. എന്തോ ഭാഗ്യം കൊണ്ട് നമുക്കതൊന്നും ഇതിപ്പോൾ ഒരു കടി കടിച്ചിട്ടാണ് നമുക്ക് അവളെ കൂട്ടി നിറക്കാൻ പറ്റി. പിന്നെ ഞാൻ പ്രതീക്ഷയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഞാൻ പ്രതീക്ഷ എവിടുന്ന കടി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി അവർ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇവിടുന്ന് ഈ കൂട്ടിയാണ് നമ്മൾ ഇറക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഇറക്കി ഇവിടുന്ന് ബൈറ്റ് വരുന്നു എന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ ഒരു 2 കടിയൊക്കെ മരത്തെ ചാരി നിന്നിട്ടാണ് വീണു പോകാതെ. എൻ്റെ മനസ്സിൽ പോയ പ്രതീക്ഷ കേട്ടോ, കാരണം വീഴരുതല്ലോ. അപ്പോൾ നമ്മുടെ മേത്തേക്ക് ചാടിയാലും ഞാൻ ഈ മരം കണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്ക് ആ മരത്തെ നോക്കിയാൽ ഒന്ന് ചാരി നിന്നിട്ടാണെങ്കിൽ നമുക്കൊന്ന് കടി വാങ്ങി നിർത്തിയിട്ടാണെങ്കിലും അച്ഛൻ അവിടെ ഈ വണ്ടിയുടെ അടുപ്പുണ്ടായിരുന്നു. എന്തായാലും അറിയാലോ ഇവിടുന്ന് ഇത്രയും പുള്ളി നടന്നു വരണം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കടി കിട്ടിയ ഡോഗ് ഒറിജിനാ. പുറത്തൊക്കെ കടി കിട്ടിയിരുന്നു. 45 മുറിവ് വന്നേ ആ ഡോഗിൻ്റെ കടി എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് വന്ന 1.2 സെക്കൻഡ് ഉണ്ടായിരുന്നുള്ളൂ. 1.2 സെക്കൻഡ് ആ സമയത്താണ് അത്രയും കടി വന്നത്. അപ്പോൾ ഈ ഡോഗൊക്കെ നമുക്ക് ഇവിടുന്ന് 10-15 അടി നടന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു 5-10 കടിക്ക് മേലെ കിട്ടുമായിരിക്കും. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അത് ഭംഗിയായിട്ട് അങ്ങ് തീർന്നു. അപ്പോൾ ചലഞ്ച് ചെയ്യുന്ന മച്ചാൻ്റെ പേര് വിട്ടുമായിരുന്നു, എന്തായിരുന്നു? അഭിജിത്ത്. അപ്പോൾ ചലഞ്ച് ചെയ്യുന്ന ഇവിടെ വേറെ കുറേ ഡോഗ്സ് ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഓടിച്ച് കാണിച്ചു തരാം. ചലഞ്ച് ചെയ്യുന്ന അഭിജിത്തിന് താങ്ക്സ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ അതുപോലെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു കങ്കലുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ അതിനെപ്പറ്റി എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, ബൈ.